ഹലോ മുത്തുമണീസ്. അപ്പം നമ്മളിതേ കാത്തിരുന്ന നമ്മുടെ നോമ്പ് എത്തി. അപ്പോൾ ഇന്നലെയാണ് ദാദിമ്മേനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നാണ് കടയിലൊക്കെ പോയി എല്ലാ സംഭവങ്ങളും മേടിക്കാൻ സാധിച്ചത്. പിന്നെ കഴിഞ്ഞ വർഷം ദാദിമ്മ പൂർണ്ണ ആരോഗ്യവതിയോടുകൂടി നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ ദാദിമ്മയ്ക്ക് വയ്യാതെയായി. അത് വലിയൊരു സങ്കടമാണ്. പിന്നെ ഞങ്ങളിതേ സംഭവങ്ങളെല്ലാം മേടിച്ച് ഓരോ ബോക്സിലാക്കി വെച്ചാൽ നമുക്ക് ഓരോ ദിവസം നോമ്പിന് എടുത്താൽ മതിയല്ലോ. അപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഞങ്ങൾ നന്നാക്കി ക്ലീനാക്കി വെച്ചു കേട്ടോ. പിന്നെ വെജിറ്റബിൾസൊക്കെ നമുക്ക് ബോക്സിലാക്കി വെക്കാനുള്ള സ്ഥലപരിമിതി നമ്മുടെ ഫ്രിഡ്ജിൽ ഇല്ലല്ലോ. അപ്പം നമ്മളത് ഓരോ കവറിലാക്കി വെച്ചു. കുറച്ച് ഫ്രൂട്ട്സൊക്കെ പുറത്തും വെച്ചു, കുറച്ച് ഫ്രൂട്ട്സ് നമ്മൾ ഫ്രിഡ്ജിലും വെച്ചു. അപ്പം നമുക്ക് ഓരോ ദിവസം ഓരോന്നിടത്ത് നമുക്ക് ജ്യൂസ് അടിക്കുക ഒക്കെ ചെയ്യാമല്ലോ. പിന്നെ നമ്മൾ മീൻ മുളക് ചാറ് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചാള നോമ്പുള്ളപ്പോൾ തേങ്ങ അരച്ച് വെക്കുന്നതിനേക്കാൾ ഇഷ്ടം നമുക്ക് മുളക് ചാറ് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്തിരി ചൊടിയോടുകൂടി കഴിക്കാം. പിന്നെ ചോറ് കഴിക്കൽ കുറവാണ്. പിന്നെ നമ്മുടെ മൊയ്തീന് നെല്ലിക്ക് ഉപ്പിലിട്ടത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നെല്ലിക്കും മേടിച്ച് ഉപ്പിലിട്ടു. പിന്നെ ദേ നമ്മുടെ ഒരു പണി നമ്മൾ അവസാനിപ്പിച്ചു. ഇനി പച്ചപ്പയറും കൂർക്കും നമുക്ക് നന്നാക്കേണ്ടത് നമ്മുടെ ഫുഡ് കഴിച്ചിട്ടാവാന്ന് വിചാരിച്ചു. വിശന്നിട്ട് പ്രാണം കത്തണുണ്ട്. അപ്പം നമ്മുടെ അപ്പുക്കുട്ടൻ എത്തി. അപ്പുക്കുട്ടൻ തൈര് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുക്കുട്ടനാണോ മീശയാണോ കുടിക്കണമെന്ന് അറിയില്ല കേട്ടോ. പിന്നെ ഇന്ന് ചക്കുപ്പേരി കിട്ടി. നമ്മുടെ പ്ലാവിലത്തെ ചക്ക തന്നെയാണ്, വെള്ളാരം ചക്കയായിരുന്നു. അപ്പം നല്ല രസമാണ് കേട്ടോ ഈ വെള്ളാരം ചക്ക ഉപ്പേരി വയ്ക്കാനായിട്ട്. പിന്നെ ചെറുപയർ ഉപ്പേരി, പപ്പടം വറുത്തത്, പിന്നെ മുട്ടക്കറി ആയിരുന്നു, ചെറുപയർ തോരൻ, ഉപ്പേരി എന്ന് ഞാൻ പറഞ്ഞു തോന്നുന്നു.